ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നറിയാമോ? അയ്യപ്പ ഭക്തന്മാർക്ക് പ്രിയപ്പെട്ട സ്ഥലമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട സ്ഥലത്താണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുലിക്കുന്ന് മലയുടെ വീഡിയോ ഇട്ടപ്പോൾ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വീഡിയോസ് വീണ്ടും വരുന്നതാണെന്ന്. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. എനിക്ക് പുറകെ കാണുന്ന ഇതാണ് ഗുരുനാഥൻ മകുടി ക്ഷേത്രം. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ ഗുരുനാഥന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അയ്യപ്പന് ഗുരുകുല വിദ്യാഭ്യാസം നേടിയത് ഈ ഗുരുനാഥൻ്റെ അടുത്തു നിന്നാണെന്നാണ് പറയുന്നത്. കുറേ നാളുകൾക്ക് മുൻപ് തന്നെ ഈ ക്ഷേത്രമുണ്ട്. പക്ഷേ ഇതിന് ഐശ്വര്യവും അഭിവൃദ്ധിയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ദേവപ്രശ്നം വെച്ചപ്പോൾ ആണ് മനസ്സിലായത് ഒരു ഗുരുനാഥൻ്റെ വിഗ്രഹം ആറ്റിൽ നിമജ്ജനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷണം നടത്തി അത് കണ്ടെത്തിയതിന് ശേഷം ഇവിടെ പുനഃപ്രതിഷ്ഠ ചെയ്തു. പുനഃപ്രതിഷ്ഠ ചെയ്തതിന് ശേഷമാണ് ഈ അമ്പലം പുതുക്കി പണിത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ധാരാളം തമിഴ്നാട്ടിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അത്ര ഇതിനെപ്പറ്റി അറിയത്തില്ല. ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകൾ അവരുടെ അയ്യപ്പന്മാരുടെ കൂടെ മറ്റൊരു വാഹനത്തിൽ വന്നിട്ട് ഇങ്ങനെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കണ്ടുപോകുന്നുണ്ട്. ഒരു തീർത്ഥാടനം പോലെ. ഞാൻ കുറേ ആൾക്കാരെ സ്ത്രീകളെ കണ്ടു. അതായത് പ്രായം ആവാത്ത ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഇത്തരം സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ട് അവരും അവരുടെ കൂടെ തിരികെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ മലയാളികൾക്ക് ഈ ക്ഷേത്രമൊക്കെ അത്ര പരിചയമൊന്നുമില്ല. സ്വാമി അയ്യപ്പൻ്റെ വിശ്വാസികളായ മലയാളി സുഹൃത്തുക്കൾക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ മലയാളികളും ഈ സ്ഥലങ്ങളൊക്കെ അറിയട്ടെ. ശബരിമലയിലേക്ക് അവർ വരുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ട് മനസ്സിലാക്കി അനുഗ്രഹം വാങ്ങിച്ച് പോകട്ടെ. അപ്പോൾ ഇതാണ് ഗുരുനാഥൻ മകുടി ക്ഷേത്രം. അയ്യപ്പൻ ഗുരുകുല വിദ്യ അഭ്യസിച്ച സ്ഥലമാണ് ഗുരുനാഥൻ മുകുടി എന്ന് പറയുന്ന ഈ സ്ഥലം. കൈപ്പുഴ കിഴക്ക്, പന്തളത്തിന് 2 കിലോമീറ്റർ കിഴക്കായിട്ട് വരും. അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. ഇത് ശലകുന്നിൻ്റെ മണ്ടയ്ക്കാണ്. നമുക്കറിയാൻ പറ്റുന്ന ഒരു 100 വർഷം മുമ്പ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ പോലെ വിഗ്രഹങ്ങളൊക്കെ കിട്ടി അങ്ങനെ ശ്രീകോവിലൊക്കെ പണിഞ്ഞ് ഇവിടെയുള്ള നാട്ടുകാർ കുറച്ച് പേരിങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ നാട്ടിലുള്ളവർ തന്നെയായിരുന്നു അന്ന് പൂജയൊക്കെ ചെയ്ത്. ഇപ്പം തന്ത്രിയുടെ ഇതായിട്ടൊരു 40 വർഷം ആകുന്നേ ഉള്ളൂ. പിന്നെ ഒരു 30 വർഷം മുമ്പ് ഈ ഗുരുനാഥൻ്റെ വിഗ്രഹവും പീഠം അതുപോലെ ആ ഒരു വിളക്കുണ്ട്, ഇതെല്ലാം കൂടെ നേരത്തെ 92-ൽ ആറ്റിൽ കൊണ്ട് കളഞ്ഞായിരുന്നു. അത് തിരിച്ച് 2017 ദേവപ്രശ്നം വെച്ചപ്പോൾ അത് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് കിട്ടി. വീണ്ടും അങ്ങനെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് താഴമഠത്തിലെ കണ്ഠരര് മോഹൻരാണ് ഇപ്പോൾ തന്ത്രി. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കുറച്ച് നാട്ടുകാർ, അതായത് 10-50 വീട്ടുകാരേ ഉള്ളൂ ഇവിടെ. അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഒരു കരയുടെ ഒരു അമ്പലമെന്നേ ഉള്ളൂ, അല്ലാതെ ദേവസ്വം ബോർഡോ അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. ഇപ്പം ഗുരുനാഥന്, പിന്നെ അയ്യപ്പന്, മഹാവിഷ്ണു, ശിവന്, ഭദ്രകാളി, ഗണപതി, രക്ഷസ്, നാഗദൈവങ്ങൾ ഇത്തരം പേരുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഇപ്പോൾ സീസൺ സമയത്ത് സ്വാമിമാരും ഒക്കെ വരാറുണ്ട്. ഇവിടെ വന്ന് തൊഴുത് ശബരിമലയ്ക്ക് പോകണമെന്ന് പറയുന്നതുകൊണ്ട് അവരിവിടെ വന്നിട്ട് മാക്സിമം പേരും പോകാറുണ്ട് പന്തളത്ത് വന്നു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്.
ഇതിൻ്റെ ചുറ്റിനും നിറയെ റബ്ബർ തോട്ടമാണ്. ഒരു കുന്നിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പന്തളത്ത് നിന്ന് പന്തളം ജംഗ്ഷനിൽ നിന്ന് കുളനട എത്തുക MC റോഡിൽ. കുളനടയിൽ നിന്ന് വലത്തോട്ട് പോകണം. നമ്മൾ പുലിക്കുന്ന് ക്ഷേത്രത്തിൽ പോയി അതേ റൂട്ടിൽ വരണം. പക്ഷേ പുലിക്കുന്ന് ക്ഷേത്രത്തിൽ എത്തുന്ന പനങ്ങാട് എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. കുളനടയിൽ നമ്മൾ തിരിഞ്ഞു പോകും, വലത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ആ പനങ്ങാട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. പുലിക്കുന്ന് ക്ഷേത്രത്തിൽ പോകുന്നത് പനങ്ങാട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ്. അപ്പോൾ ഇവിടെ പനങ്ങാട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ റോഡ് സൈഡിൽ തന്നെ വലിയൊരു കമാനം കാണാം. അവിടെ നിന്ന് ഒരു 500 മീറ്റർ മാക്സിമം ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരിക, കാണുക, പ്രാർത്ഥിക്കുക, അനുഗ്രഹം വാങ്ങിക്കുക അയ്യപ്പൻ്റെ. അശോക